അധ്യായം 18 അൽ കഹ്ഫ്. അവതരണം മക്കയിൽ. സൂക്തങ്ങൾ 110. നാമം. ഈ അധ്യായത്തിന്റെ പേര് ആദ്യ ഖണ്ഡികയിലെ ഇത് അവൽ ഫിത്തിയത്തു ഇലൽ കഹ്ഫി എന്ന 10-ാം സൂക്തത്തിൽ നിന്നെടുത്തതാണ്. കഹ്ഫ് എന്ന പദം ഉപയോഗിച്ച അധ്യായം എന്നത്രേ ഈ പേര് കൊണ്ടുദ്ദേശിക്കുന്നത്. അവതരണകാലം. ഇവിടം മുതൽ നബി തിരുമേനിയുടെ മക്ക ജീവിതത്തിന്റെ 3-ാം ഘട്ടത്തിൽ അവതരിച്ച അധ്യായങ്ങൾ ആരംഭിക്കുന്നു. തിരുമേനിയുടെ മക്ക ജീവിതത്തെ നാം വലിയ 4 ഘട്ടങ്ങളായി വിഭജിച്ചിരിക്കുന്നു. അതിന്റെ വിശദീകരണം അൽ അൻആമിന്റെ ആമുഖത്തിൽ ചേർത്തിട്ടുണ്ട്. ഈ വിഭജനമനുസരിച്ച് 3-ാം ഘട്ടം ഏറെക്കുറെ പ്രവാചകത്വലബ്ധിയുടെ 5-ാം വർഷാരംഭം മുതൽ 10-ാം വർഷം വരെയാണ്. ഈ ഘട്ടത്തെ 2-ാം ഘട്ടത്തിൽ നിന്ന് വേർതിരിക്കുന്ന പ്രത്യേകതകൾ ഇങ്ങനെ സമാഹരിക്കാം. 2-ാം ഘട്ടത്തിൽ ഖുറൈശികൾ നബി തിരുമേനിയെയും അവിടുത്തെ പ്രസ്ഥാനത്തെയും സംഘടനയെയും നശിപ്പിക്കുന്നതിനു വേണ്ടി പ്രധാനമായും അവലംബമാക്കിയത് അവഹേളനം, വിമർശനങ്ങൾ, പരിഹാസം, ആരോപണങ്ങൾ, ഭീഷണി, പ്രലോഭനം, എതിർപ്രചാരവേലകൾ തുടങ്ങിയ മാർഗങ്ങളായിരുന്നു. എന്നാൽ ഈ 3-ാം ഘട്ടത്തിൽ അവർ മർദ്ദനങ്ങളും സാമ്പത്തിക സമ്മർദ്ദങ്ങളുമായിരുന്നു കൂടുതൽ ശക്തിയായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആയുധങ്ങൾ. എത്രത്തോളമെന്നാൽ മുസ്ലിങ്ങളിൽ വലിയൊരു വിഭാഗത്തിന് സ്വന്തം നാടുപേക്ഷിച്ച് എത്യോപ്യയിലേക്ക് പലായനം ചെയ്യേണ്ടി വന്നു. ശേഷിച്ച മുസ്ലിങ്ങളെ ഷിഅബു അബി ത്വാലിബിൽ ഉപരോധിച്ചു. നബി തിരുമേനിയെയും കുടുംബത്തെയും പോലും വെറുതെ വിട്ടില്ല. അവരുമായുള്ള സാമ്പത്തികവും സാമൂഹികവുമായ മുഴുവൻ ബന്ധങ്ങളും വിച്ഛേദിക്കുകയുണ്ടായി. എന്നാലും ഈ ഘട്ടത്തിൽ അബൂ ത്വാലിബിന്റെയും ഉമ്മുൽ മുഅ്മിനീൻ ഖദീജ റളിയല്ലാഹു അൻഹയുടെയും സ്വാധീന ഫലമായി ഖുറൈശികളിൽപ്പെട്ട 2 വലിയ കുടുംബങ്ങൾ നബി തിരുമേനിയെ സഹായിക്കുകയും സംരക്ഷിക്കുകയും ചെയ്തു വന്നു. നുബുവത്തിന്റെ 10-ാം വർഷത്തിൽ ഇരുവരുടെയും കണ്ണടഞ്ഞതോടുകൂടി ഈ ഘട്ടം അവസാനിക്കുകയും 4-ാം ഘട്ടം ആരംഭിക്കുകയും ചെയ്യുന്നു. അതിൽ നബിക്കും മുഴുവൻ മുസ്ലിങ്ങൾക്കും അവസാനം മക്കയിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നു. സത്യനിഷേധികൾ മക്കയിൽ മുസ്ലിങ്ങളുടെ ജീവിതം അത്രമാത്രം ക്ലേശകരമാക്കി തീർത്തു. അൽ കഹ്ഫ് അധ്യായത്തിലെ വിഷയങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇത് 3-ാം ഘട്ടത്തിന്റെ ആദ്യത്തിൽ അവതരിച്ചതാണെന്ന് അനുമാനിക്കാവുന്നതാണ്. അപ്പോഴേക്കും അക്രമമർദ്ദനങ്ങൾക്ക് കാഠിന്യം വർദ്ധിച്ചിരുന്നു. എങ്കിലും എത്യോപ്യയിലേക്കുള്ള പലായനം സംഭവിച്ചു കഴിഞ്ഞിരുന്നില്ല. ഈ സന്ദർഭത്തിൽ മുസ്ലിങ്ങളെ നിശ്ചയദാർഢ്യമുള്ളവരാക്കാൻ മർദ്ദനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന അവരെ ഗുഹാവാസികളുടെ കഥ കേൾപ്പിക്കുകയാണ്. വിശ്വാസികൾക്ക് തങ്ങളുടെ വിശ്വാസം സംരക്ഷിക്കാൻ എന്തെല്ലാം പ്രവർത്തിക്കേണ്ടി വന്നുവെന്ന് അവർ മനസ്സിലാക്കുന്നതിനു വേണ്ടിയും. ഉള്ളടക്കവും പ്രതിപാദ്യവും. മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ നബി തിരുമേനിയെ പരീക്ഷിക്കുന്നതിനു വേണ്ടി വേദക്കാരായ ജൂത ക്രിസ്ത്യാനികളുടെ ഉപദേശമനുസരിച്ച് ഉന്നയിച്ച 3 ചോദ്യങ്ങളോടുള്ള മറുപടിയായാണ് ഈ അധ്യായം അവതരിച്ചിട്ടുള്ളത്. ഗുഹാവാസികൾ ആരായിരുന്നു? ഖദിർ കഥയുടെ യാഥാർത്ഥ്യമെന്ത്? ദുൽഖർനൈനിയുടെ സംഭവങ്ങൾ എന്താണ്? എന്നിവയായിരുന്നു ചോദ്യങ്ങൾ. ബനി ഇസ്രായേൽ അധ്യായത്തിലെ 10-ാം ഖണ്ഡികയിൽ മറുപടി നൽകപ്പെട്ട റൂഹിനെ സംബന്ധിച്ചായിരുന്നു 2-ാമത്തെ ചോദ്യമെന്ന് ചില നിവേദനങ്ങളിൽ വന്നിട്ടുണ്ട്. പക്ഷേ അൽ കഹ്ഫ് ബനി ഇസ്രായേൽ അധ്യായങ്ങളുടെ അവതരണ മധ്യേ വർഷങ്ങളുടെ വിടവുണ്ടെന്നതാണ് വാസ്തവം. മാത്രമല്ല അൽ കഹ്ഫ് അധ്യായത്തിൽ 2 അല്ല 3 സംഭവങ്ങൾ വിവരിച്ചിട്ടുണ്ട്. അതിനാൽ 2-ാമത്തെ ചോദ്യം റൂഹിനെക്കുറിച്ചായിരുന്നില്ല, ഖദീറിനെക്കുറിച്ചായിരുന്നുവെന്നാണ് നാം മനസ്സിലാക്കുന്നത്. നമ്മുടെ ഈ അഭിപ്രായത്തിന് ഉപോദ്ബലകമായ ഒരു സൂചന ഖുർആനിൽ നിന്ന് തന്നെ ലഭിക്കുന്നുമുണ്ട്. ഈ കാര്യം 83-ാം ആയത്തിന് നൽകിയ വിശദീകരണത്തിൽ കാണാം. ഈ 3 സംഭവങ്ങളും ക്രൈസ്തവ ജൂത ചരിത്രവുമായി ബന്ധപ്പെട്ടവയായിരുന്നു. ഹിജാസിൽ അവയെക്കുറിച്ചുള്ള ചർച്ചകളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് മുഹമ്മദ് നബിയുടെ കൈവശം അദൃശ്യമായ വല്ല ജ്ഞാനമാർഗവും യഥാർത്ഥത്തിലുണ്ടോ എന്ന് തെളിയിക്കാനുള്ള പരീക്ഷണത്തിന് അവർ ഈ ചോദ്യങ്ങൾ തിരഞ്ഞെടുത്തത്. എന്നാൽ അള്ളാഹു തന്റെ ദൂതന്റെ ജിഹ്വയിലൂടെ അവയ്ക്ക് പൂർണ്ണമായി മറുപടി നൽകി എന്നു മാത്രമല്ല, അന്ന് മക്കയിൽ മുസ്ലിങ്ങൾക്കും സത്യനിഷേധികൾക്കുമിടയിലുണ്ടായിരുന്ന അവസ്ഥയോട് ഈ സംഭവങ്ങളെ അപ്പടി ചേർത്തുവെക്കുക കൂടി ചെയ്തിരിക്കുകയാണ്. 1. ഗുഹാവാസികളെക്കുറിച്ച് പറഞ്ഞു. അവർ ഉയർത്തിപ്പിടിച്ച തൗഹീദ് ഈ ഖുർആൻ പ്രബോധനം ചെയ്യുന്ന അതേ ഏകദൈവ വിശ്വാസമായിരുന്നു. അവരുടെ അവസ്ഥ മക്കയിലെ ഒരു പിടി മർദ്ദിത മുസ്ലിങ്ങളുടെ അവസ്ഥയിൽ നിന്നും അവരുടെ ജനതയുടെ സമീപനം സത്യനിഷേധികളായ ഖുറൈശികളുടെ സമീപനത്തിൽ നിന്നും ഒട്ടും ഭിന്നമായിരുന്നില്ല. പിന്നീട് ഇതേ കഥയിലൂടെ സത്യവിശ്വാസികളെ പഠിപ്പിക്കുന്നതിതാണ്. സത്യനിഷേധികളുടെ വിജയം ഒരു വേള അപ്രതിരോധ്യമായിരുന്നാലും
സത്യവിശ്വാസികൾക്ക് മർദ്ദക സമൂഹത്തിൽ ശ്വാസം കഴിക്കാൻ കൂടി അവസരം നിഷേധിക്കപ്പെട്ടാലും അവർ അസത്യത്തിന്റെ മുമ്പിൽ തല കുനിക്കാവതല്ല. മറിച്ച് അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് സ്വരക്ഷ നോക്കുകയാണ് സ്വീകാര്യമായിട്ടുള്ളത്. ഇവിടെ സാന്ദർഭികമായി മക്കയിലെ സത്യനിഷേധികളെ മറ്റൊരു കാര്യം കൂടി അറിയിക്കുന്നുണ്ട്. അതായത് ഗുഹാവാസികളുടെ കഥ പരലോക വിശ്വാസത്തിന്റെ സാധുതയ്ക്ക് ഒരു തെളിവ് കൂടിയാണ്. അള്ളാഹു ഗുഹാവാസികളെ നീണ്ടകാലം നിദ്രാമരണത്തിന് വിധേയമാക്കിയ ശേഷം ഉയിർത്തെഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. അതേപോലെ നിങ്ങൾ ഇന്ന് നിഷേധിച്ചുകൊണ്ടിരിക്കുന്ന മരണാനന്തര ജീവിതവും അവന്റെ ശക്തിവൈഭവത്തെ സംബന്ധിച്ചിടത്തോളം ഒട്ടും വിദൂരമല്ല. 2. ഗുഹാവാസികളുടെ കഥ മാധ്യമമാക്കി മക്കയിലെ നേതാക്കളും സമ്പന്നരും തങ്ങളുടെ നാട്ടിലെ ന്യൂനപക്ഷമായ മുസ്ലിം സമൂഹത്തോട് അനുവർത്തിച്ച അക്രമമർദ്ദനങ്ങളെയും അവഹേളന നിന്ദകളെയും കുറിച്ച് പരാമർശിക്കുന്നു. ഇതിലൊരു ഭാഗത്ത് ഈ അക്രമികളുമായി ഒരു സന്ധിയിലും ഏർപ്പെടരുതെന്നും പാവങ്ങളായ തന്റെ കൂട്ടുകാർക്കെതിരിൽ ഈ വലിയവന്മാരെ ഒട്ടും വകവയ്ക്കരുതെന്നും നബി തിരുമേനിക്ക് മാർഗനിർദ്ദേശം നൽകുന്നു. മറുഭാഗത്ത് ഏതാനും ദിവസത്തെ സുഖജീവിതത്തിൽ മതിമറക്കരുതെന്നും ശാശ്വതമായ സൗഖ്യമാണ് കാക്ഷിക്കേണ്ടതെന്നും ആ നേതാക്കളെ ഉപദേശിക്കുകയും ചെയ്തിരിക്കുന്നു. 3. ഈ വിവരണ ശൃംഖലയിലെ മൂസ ഖളിർ സംഭവങ്ങളിൽ അവരുടെ ചോദ്യത്തിനുള്ള മറുപടിയോടൊപ്പം സത്യവിശ്വാസികൾക്കുള്ള സാന്ത്വനവുമുണ്ട്. ഈ കഥയിലൂടെ അടിസ്ഥാനപരമായി പഠിപ്പിക്കുന്ന പാഠമിതാണ്: ദൈവവിധിയാകുന്ന പണിപ്പുര എന്തെന്ത് താൽപര്യങ്ങളെ മുൻനിർത്തി നടന്നുകൊണ്ടിരിക്കുന്നു എന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റാത്തതിനാൽ ഓരോ കാര്യത്തിലും നിങ്ങൾ പരിഭ്രാന്തരാകുന്നു. ഇത് എന്തുകൊണ്ട് സംഭവിച്ചു? ഇതിനെന്ത് പറ്റി? ഇത് വലിയ അക്രമമായി പോയി എന്നൊക്കെ. വാസ്തവമാകട്ടെ, അദൃശ്യത്തിന്റെ യവനിക ഉയർത്തപ്പെടുന്ന പക്ഷം ഇവിടെ സംഭവിക്കുന്നതത്രയും ശരിയായ വിധത്തിലാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. മാത്രമല്ല, പ്രത്യക്ഷത്തിൽ ചീത്തയായി തോന്നുന്നത് പോലും അവസാനം ഒരു നല്ല ഫലത്തിനു വേണ്ടി സംഭവിക്കുന്നതാണെന്നും നിങ്ങൾക്ക് സ്വയം ബോധ്യമാകുന്നതാണ്. 4. അതിനുശേഷം വിവരിക്കുന്ന ദുൽഖർനൈനിയുടെ കഥയിലൂടെ അവർക്ക് ഇങ്ങനെ ഒരു പാഠം നൽകിയിരിക്കുകയാണ്: നിങ്ങൾ നിസ്സാരമായ സ്വന്തം സ്ഥാനമാനങ്ങളിൽ അഹങ്കരിക്കുന്നു. എന്നാൽ ദുൽഖർനൈൻ അതിഗംഭീരനായ നേതാവും മഹാനായ ലോകജേതാവും കണക്കറ്റ വിഭവങ്ങളുടെ അധിപനുമായിരുന്നിട്ടും തന്റെ യഥാർത്ഥ നില വിസ്മരിച്ചില്ല. സദാ തന്റെ സ്രഷ്ടാവിന്റെ സവിധത്തിൽ തലകുനിച്ചു. നിങ്ങളോ നിസ്സാരമായ ഈ ഭവനങ്ങളുടെയും തോട്ടങ്ങളുടെയും വസന്തം അനശ്വരമാണെന്ന് ധരിച്ചിരിക്കുകയാണ്. എന്നാൽ അദ്ദേഹം ലോകത്തിലെ ഏറ്റവും ഉറപ്പുകൂടിയ സുരക്ഷിത മതിൽ നിർമ്മിച്ചിട്ട് പോലും യഥാർത്ഥത്തിൽ അവലംബമാക്കേണ്ടത് ഈ മതിലിനെയല്ല, മറിച്ച് അള്ളാഹുവിനെയാണെന്ന് മനസ്സിലാക്കി. അള്ളാഹുവിന്റെ അഭീഷ്ടം നിലനിൽക്കുവോളം ആ മതിൽ ശത്രുക്കളെ തടഞ്ഞുകൊണ്ടിരിക്കുമെന്നും അവന്റെ ഹിതം മറ്റൊന്നാകുമ്പോൾ അത് പൊട്ടിപ്പൊളിഞ്ഞ് നാമാവശേഷമാകുമെന്നും അദ്ദേഹം ഗ്രഹിച്ചിരുന്നു. ഇങ്ങനെ സത്യനിഷേധികളുടെ പരീക്ഷണ ചോദ്യങ്ങൾ പൂർണ്ണമായും അവർക്കെതിരിൽ തന്നെ തിരിച്ചുവിട്ട ശേഷം അവസാനമായി ഈ വിവരണത്തിന്റെ ആദ്യത്തിൽ നൽകിയ അതേ നിർദ്ദേശം ആവർത്തിച്ചിരിക്കുന്നു. അതായത്, ഏകദൈവ വിശ്വാസവും പരലോക വിശ്വാസവും യാഥാർത്ഥ്യമാണ്. അവ അംഗീകരിക്കുന്നതിലും അവയ്ക്കനുസൃതമായി സ്വയം സംസ്കരിക്കുന്നതിലും ദൈവസന്നിധിയിൽ ഉത്തരം ബോധിപ്പിക്കേണ്ടി വരുമെന്ന് മനസ്സിലാക്കി ഇഹലോകത്ത് ജീവിക്കുന്നതിലുമാണ് നിങ്ങളുടെ നന്മ. അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളുടെ വിലപ്പെട്ട ജീവിതം പാഴായിപ്പോകും. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അത്രയും നിഷ്ഫലമാകുകയും ചെയ്യും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമദയാലുവും കരുണാവാരിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു ഇവജാ. തന്റെ ദാസന് ഈ വിശുദ്ധ വേദം അവതരിപ്പിച്ചു കൊടുത്ത അല്ലാഹുവിന് സർവസ്തുതിയും അതിൽ ഒരു കോട്ടവും ഉണ്ടാക്കിയിട്ടില്ല. ഖുർആനിൽ വക്രതയോ ഗ്രഹിക്കാൻ പ്രയാസമുള്ള കെട്ടിക്കുടുക്കുകളോ ഇല്ല. സത്യതൽപരനായ ഒരു മനുഷ്യന് ഖുർആൻ അംഗീകരിക്കുന്നതിൽ ശങ്കിച്ചു നിൽക്കേണ്ടി വരുന്ന വിധം സത്യത്തിന്റെ നേർരേഖയിൽ നിന്ന് വ്യതിചലിച്ച ഒരു കാര്യവും അതിലില്ല. ഖയ്യിമൻ ലിയുൻദിറ ബഅസൻ ശദീദൻ മിൻ ലദുൻഹു ويبشر المؤمنين الذين يعملون الصالحات أن لهم أجرا حسنا.
തികച്ചും നേരെ ചൊവ്വേ യാഥാർത്ഥ്യങ്ങൾ പറയുന്ന വേദം, അത് ദൈവത്തിന്റെ മഹാശിക്ഷയെക്കുറിച്ച് ജനത്തെ താക്കീത് ചെയ്യുന്നതിനും സത്യവിശ്വാസം കൈക്കൊണ്ട് സൽക്കർമ്മചാരികളാകുന്നവരെ ശ്രേഷ്ഠമായ പ്രതിഫലമുണ്ടെന്ന സുവിശേഷം അറിയിക്കുന്നതിനും ഉള്ളതാകുന്നു. ആ കർമ്മഫലത്തിൽ അവർ ശാശ്വതമായി വസിക്കുന്നതാകുന്നു. അല്ലാഹു പുത്രനെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് വാദിക്കുന്നവരെ താക്കീത് ചെയ്യുന്നതിനും ഉള്ളതാണീ വേദം. ദൈവത്തിന് സന്തതികളുണ്ടെന്ന് പറയുന്നവരെയാണ് അല്ലാഹു പുത്രനെ സ്വീകരിക്കുന്നു എന്ന് വാദിക്കുന്നവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്രൈസ്തവരും ജൂതന്മാരും അറേബ്യയിലെ ബഹുദൈവാരാധകരും ഇതിൽ ഉൾപ്പെടുന്നു. كبرت كلمة تخرج من أفواههم إن يقولون إلا كذبا. അവർക്ക് അക്കാര്യത്തെക്കുറിച്ച് ഒരറിവുമില്ല, അവരുടെ പൂർവികർക്കും ഉണ്ടായിരുന്നില്ല. അവരുടെ വായ്കളിൽ നിന്ന് വരുന്നത് ഗുരുതരമായ വാക്കുതന്നെ, കേവലം കള്ളമാണവർ പറയുന്നത്. ഇന്നയാൾ ദൈവപുത്രനാണെന്ന്, അല്ലെങ്കിൽ ദൈവം ഇന്നയാളെ പുത്രനായി ഭരിച്ചിരിക്കുന്നുവെന്ന് അവർ ജൽപ്പിക്കുന്നത് അറിവിനെ അടിസ്ഥാനമാക്കിയല്ല. ദൈവം സന്താനോൽപാദനം ചെയ്തുവെന്നോ പോറ്റുമക്കളെ വെച്ചുവെന്നോ ഉള്ള ഒരു വിവരവും അവർക്കില്ല. വിശ്വാസപരമായ അന്ധതയാൽ സ്വന്തം വകയായി ഒരാദർശം പടച്ചിരിക്കുകയാണവർ. എന്തുമാത്രം വഴിപിഴച്ച കൊടും കൃത്യമാണ് തങ്ങൾ ചെയ്യുന്നതെന്ന് അവർ ഓർക്കുന്നില്ല. സർവ്വലോകരക്ഷകനായ അല്ലാഹുവിന്റെ പേരിൽ എത്രമേൽ ധിക്കാരപരമായ വ്യാജജൽപ്പനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് ഒരു ചിന്തയും അവർക്കില്ല. فَلَعَلَّكَ بَاخِعٌ نَفْسَكَ عَلَى آثَارِهِمْ إِن لَّمْ يُؤْمِنُوا بِهَذَا الْحَدِيثِ أَسَفًا. ശരി പ്രവാചകരെ, ജനം ഈ വേദവചനങ്ങളിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ താങ്കൾ അവർക്ക് പിറകെ ദുഃഖിച്ചു നടന്ന് ജീവൻ കളഞ്ഞേക്കും. നബി തിരുമേനി ആ സന്ദർഭത്തിൽ അകപ്പെട്ടിരുന്ന സ്ഥിതിവിശേഷമാണിവിടെ സൂചിപ്പിക്കുന്നത്. നബിക്കും സഹചാരികൾക്കും എതിരാളികൾ ഏൽപ്പിച്ചിരുന്ന ദണ്ഡന പീഡനങ്ങളല്ല തിരുമേനിയെ ദുഃഖാകുലനാക്കിയിരുന്നതെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. അവിടുത്തെ കരളിനെ കാർന്നു തിന്നുകൊണ്ടിരുന്ന വേദന മറ്റൊന്നായിരുന്നു. സ്വജനതയെ മാർഗഭ്രംശത്തിൽ നിന്നും ധർമ്മച്യുതിയിൽ നിന്നും രക്ഷിക്കാൻ തിരുമേനി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അവരോ രക്ഷപ്പെടാൻ കൂട്ടാക്കുന്നുമില്ല. ഈ ദുർമാർഗ വ്യഗ്രതയുടെ അനിവാര്യ ഫലം നാശവും നരകവുമാണെന്ന് അറിയാവുന്നതുകൊണ്ട് മാത്രമാണ് അതിൽ നിന്ന് അവരെ തടഞ്ഞു നിർത്താൻ രാപ്പകൽ ഭേദമന്യേ തിരുമേനി തീവ്രയത്നം ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ തങ്ങൾ എന്തായാലും ദൈവശിക്ഷയിൽ പതിച്ചേ അടങ്ങൂ എന്നൊരു ശാഠ്യമായിരുന്നു ജനത്തിന്. ഈ സ്ഥിതിവിശേഷത്തെ തിരുമേനി തന്നെ ഇപ്രകാരം വർണ്ണിക്കുന്നു: ഞാനും നിങ്ങളുമായുള്ള സ്ഥിതി ഒരാൾ തീ കൊളുത്തിയ സ്ഥിതിയോട് ഉപമിക്കാവുന്നതാണ്. തീ കത്തിച്ചത് വെളിച്ചത്തിനു വേണ്ടിയാണെങ്കിലും പാറ്റകളും പ്രാണികളും സ്വയം കരിഞ്ഞു ചാവാൻ അതിൽ ചെന്ന് വീഴുന്നു. അയാൾ അവയെ തീയിൽ നിന്ന് എങ്ങനെയും രക്ഷപ്പെടുത്താൻ ആവും വണ്ണം ശ്രമിച്ചു നോക്കുന്നു. പക്ഷെ അവയുണ്ടോ സമ്മതിക്കുന്നു? ഇതാണ് എന്റെയും സ്ഥിതി. ഞാൻ നിങ്ങളുടെ തുണിത്തുമ്പ് പിടിച്ചു വലിച്ചുകൊണ്ടേയിരിക്കുന്നു, നിങ്ങളോ പിടിയിൽ നിന്ന് കുതറിച്ചാടുകയും. ജനം വിശ്വാസികളാകാത്തതിൽ മനം നൊന്ത് താങ്കൾ സ്വയം ഹനിച്ചേക്കാം എന്നാണ് സൂക്തത്തിൽ പ്രത്യക്ഷമായി പറഞ്ഞിട്ടുള്ളത്. എങ്കിലും അതിൽ സാന്ദർഭികമായി തിരുമേനിയെ സാന്ത്വനപ്പെടുത്തുകയും സമാശ്വസിപ്പിക്കുകയും കൂടി ചെയ്തിട്ടുണ്ട്. ജനങ്ങൾ വിശ്വസിച്ചില്ലെങ്കിൽ താങ്കൾക്കതിൽ ഉത്തരവാദിത്വമില്ല. പിന്നെന്തിന് താങ്കൾ സ്വയം വേദനിച്ച് വെന്തുരുകണം? രക്ഷയെക്കുറിച്ച് സന്തോഷവാർത്ത അറിയിക്കുക, ശിക്ഷയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുക. ഇത് മാത്രമാണ് താങ്കളുടെ ദൗത്യം. ജനങ്ങളെ വിശ്വാസമുള്ളവരാക്കുക താങ്കളുടെ കർത്തവ്യമല്ല. അതിനാൽ സത്യപ്രബോധനമെന്ന താങ്കളുടെ ദൗത്യം നിർവഹിച്ചുകൊണ്ടിരിക്കുക. വിശ്വസിക്കുന്നവർക്ക് സന്തോഷവാർത്ത അറിയിക്കുക, നിഷേധികളെ തങ്ങളുടെ ചീത്ത പരിണാമത്തെക്കുറിച്ച് താക്കീത് ചെയ്യുക. ഇന്നാ ജഅൽനാ മാ അലൽ അർളി സീനതൻ ലഹാ ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമലാ. യാഥാർത്ഥ്യമിതത്രേ, ഭൂമിക്ക് മുകളിലുള്ളതെല്ലാം നാം അതിന് അലങ്കാരമായി പടച്ചതാകുന്നു, മനുഷ്യരിൽ ശ്രേഷ്ഠമായി കർമ്മം ചെയ്യുന്നവരാരെന്ന് പരീക്ഷിക്കാൻ വേണ്ടി.
وَإِنَّا لَجَاعِلُونَ مَا عَلَيْهَا صَعِيدًا جُرُزًا. അവസാനം ഇതൊക്കെയും നാം തരിശായ സമതലമാക്കി മാറ്റുന്നതുമാകുന്നു. ആദ്യവചനം തിരുമേനിയെ അഭിമുഖീകരിച്ചുള്ളതാണെങ്കിൽ ഈ തൊട്ടടുത്ത 2 വാക്യങ്ങളുടെ മുഖം നിഷേധികളുടെ നേർക്കാണ്. നബി തിരുമേനിയെ അല്പമൊന്ന് സമാശ്വസിപ്പിച്ച ശേഷം അദ്ദേഹത്തെ നിഷേധിച്ച ജനതയെ നേരിട്ട് അഭിസംബോധന ചെയ്യാതെ ഒരു യാഥാർത്ഥ്യം അറിയിക്കുന്നു. ഭൂതലത്തിൽ നിങ്ങൾ ഇക്കാണുന്ന വസ്തുവിഭവങ്ങളും നിങ്ങളെ വഞ്ചിച്ചു കളഞ്ഞ അവയുടെ നിറപ്പകിട്ടുകളുമെല്ലാം ക്ഷണികമായ ഒരലങ്കാരം മാത്രം. ഇതൊക്കെയും നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി ഒരുക്കൂട്ടിയിരിക്കുന്നതാണ്. എന്നാൽ ഇതൊക്കെ നിങ്ങളുടെ സുഖാനന്ദത്തിനായി മാത്രം സജ്ജമാക്കിയിട്ടുള്ളതാണെന്ന വ്യാമോഹത്തിൽ പെട്ടിരിക്കുകയാണ് നിങ്ങൾ. തന്നിമിത്തം സുഖഭോഗത്തിന്റെ മുന്തിരിച്ചാർ ആവോളം നുകരുന്നതിനപ്പുറമുള്ള ഒരു ജീവിത ലക്ഷ്യത്തെപ്പറ്റി ചിന്തിക്കാൻ നിങ്ങൾ ഒരുക്കമല്ല. അതുകൊണ്ടുതന്നെ സത്യബോധനം ചെയ്യുന്നവരുടെ സാരോപദേശങ്ങൾ ശ്രവിക്കാനും നിങ്ങൾക്ക് താൽപ്പര്യമില്ല. എന്നാൽ യാഥാർത്ഥ്യം മറിച്ചാണ്. ഇതെല്ലാം കേവലം സുഖാഡംബര വസ്തുക്കളല്ല, പരീക്ഷണോപാധികളാണ്. നിങ്ങളിൽ ആരാണ് ജീവിത യാഥാർത്ഥ്യം വിസ്മരിച്ച് ഭൗതിക ലോകത്തിന്റെ മനോഹാരിതയിൽ ലയിച്ചു പോകുന്നതെന്നും ആരാണ് ദൈവത്തിന്റെ ദാസന്മാരെന്ന തങ്ങളുടെ സാക്ഷാൽ നിലപാടോർത്ത് ശരിയായ ജീവിത നയം അവലംബിക്കുന്നതെന്നും പ്രപഞ്ചനാഥൻ നിരീക്ഷിക്കുന്നു. ഈ പരീക്ഷണത്തിന്റെ പരിസമാപ്തി ദിനത്തിൽ അന്ന് സുഖാനന്ദത്തിന്റെ പാത്രം തട്ടിത്തെറിപ്പിക്കപ്പെടുന്നതും ഭൂതലം കേവലമൊരു പാഴ്നിലമായി മാറുന്നതുമായിരിക്കും. أَمْ حَسِبْتَ أَنَّ أَصْحَابَ الْكَهْفِ وَالرَّقِيمِ كَانُوا مِنْ آيَاتِنَا عَجَبًا. ഗുഹയുടെയും ശിലാലിഖിതത്തിന്റെയും ആളുകൾ നമ്മുടെ വലിയൊരു അത്ഭുത ദൃഷ്ടാന്തമായിരുന്നുവെന്ന് താങ്കൾ ധരിച്ചുവോ? വിശാലമായ ഗുഹയ്ക്കാണ് അറബിയിൽ കഹ്ഫ് എന്ന് പറയുക. ഇടുങ്ങിയ ഗുഹയ്ക്ക് ഗാർ എന്ന് പറയുന്നു. ഈ ആയത്തിലെ അർ റഖീമിന്റെ അർത്ഥത്തിൽ അഭിപ്രായ ഭിന്നതയുണ്ട്. ഗുഹാവാസികളുടെ സംഭവം നടന്നതും ഐല അഥവാ അഖബയുടെയും ഫലസ്തീനിന്റെയും മധ്യേ സ്ഥിതി ചെയ്യുന്നതുമായ സ്ഥലത്തിന്റെ പേരാണ് അതെന്ന അഭിപ്രായം സ്വഹാബികളിലും താബിഈകളിലും പെട്ട ചിലരിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ ഗുഹാവാസികളുടെ സ്മാരകമായി സംഭവസ്ഥലത്ത് സ്ഥാപിക്കപ്പെട്ടിരുന്ന ലിഖിത ഫലകമാണ് അതുകൊണ്ട് ഉദ്ദേശ്യമെന്നാണ് പൗരാണികരായ ഖുർആൻ വ്യാഖ്യാതാക്കളിൽ ചിലർ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. മൗലാന അബുൽ കലാം ആസാദ് തന്റെ തർജുമാനുൽ ഖുർആനിൽ ആദ്യത്തെ അർത്ഥത്തിന് മുൻഗണന നൽകിയിരിക്കുന്നു. ബൈബിളിലെ യോശുവ പുസ്തകത്തിൽ രേഖേം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണതെന്നും നബുത്തി വർഗക്കാരുടെ പീറ്ററ എന്ന ചരിത്രവിഖ്യാതമായ കേന്ദ്രത്തിന്റെ പ്രാചീന നാമമായിരുന്നു അതെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. പക്ഷേ യോശുവ പുസ്തകത്തിൽ രേഖമിന്റെ പരാമർശം ബെന്യാമീൻ സന്തതികളുടെ അനന്തരാവകാശം വിവരിച്ചെടുത്താണ് വന്നിട്ടുള്ളത്. ഇതേ പുസ്തകത്തിലെ തന്നെ വിവരണമനുസരിച്ച് ബെന്യാമീൻ സന്തതികളുടെ അനന്തരാവകാശ ഭൂമി ജോർദാൻ നദിയുടെയും ചാവുകടലിന്റെയും പടിഞ്ഞാറ് വശത്താണ് സ്ഥിതി ചെയ്തിരുന്നത്. ഈ വസ്തുത അദ്ദേഹം ശ്രദ്ധിച്ചിട്ടില്ല. പീറ്ററ ആ പ്രദേശത്തായിരിക്കാൻ ഒരു സാധ്യതയുമില്ല. പീറ്ററായുടെ നഷ്ടാവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സ്ഥലത്തിനും ബെന്യാമീൻ മക്കൾക്ക് അവകാശപ്പെട്ട സ്ഥലത്തിനും മധ്യേ യഹൂദായുടെയും അദോമിയായുടെയും ഭൂപ്രദേശങ്ങൾ അത്രയുമുണ്ട്. പീറ്ററായും രേഖമും ഒന്നാണെന്ന അനുമാനം അംഗീകരിക്കുന്നതിൽ ആധുനിക പുരാവസ്തു ഗവേഷകന്മാർ ശക്തിയായി ശങ്കിച്ചു നിൽക്കുന്നതും അതുകൊണ്ടുതന്നെയാണ്. റഖീം എന്നാൽ ലിഖിത ഫലകമെന്ന അഭിപ്രായമാണ് നമ്മുടെ പക്ഷത്ത് ശരിയായി തോന്നുന്നത്. ഏതാനും മനുഷ്യരെ 2-3 ശതാബ്ദത്തോളം ഉറക്കത്തിൽ വീഴ്ത്തുക, എന്നിട്ടവരെ പൂർവാവസ്ഥയിൽ യുവാക്കളും ആരോഗ്യവാന്മാരുമായി എഴുന്നേൽപ്പിക്കുക, ഇതൊക്കെ ആകാശഭൂമികളുടെ സൃഷ്ടാവായ അല്ലാഹുവിന്റെ അപാരമായ കഴിവിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് വിദൂരമായി തോന്നുന്നുണ്ടോ? ഭൂലോകത്തിന്റെയും സൂര്യചന്ദ്രന്മാരുടെയും മറ്റും സൃഷ്ടിയിൽ ചിന്തിച്ചിരുന്നെങ്കിൽ സർവശക്തനായ ദൈവത്തിന് ഇതൊക്കെ പ്രയാസമുള്ള കാര്യമാണെന്ന് നിങ്ങൾ ഒരിക്കലും ധരിക്കുമായിരുന്നില്ല. إذ أوى الفتية إلى الكهف فقالوا ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا. ഏതാനും യുവാക്കൾ ഗുഹയിൽ അഭയം പ്രാപിച്ച സംഭവം. അവർ പ്രാർത്ഥിച്ചു, നാഥ, ഞങ്ങളിൽ നിന്നിൽ നിന്നുള്ള സവിശേഷമായ കാരുണ്യം അരുളേണമേ. ഞങ്ങളുടെ കാര്യങ്ങൾ നേരെ നയിക്കാൻ
സൗകര്യം ചെയ്തു തരണമേ.